എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തു എന്നതിലല്ല, നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാൻ തയ്യാറാണോ എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബയോളജി ആയിരുന്നു. ബട്ട് ഹോണസ്റ്റ്ലി പണ്ടേ തന്നെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഒരു ഇന്നോവേറ്റീവ് ഫീൽഡിൽ എന്തെങ്കിലും ഡിഫറെൻ്റായി ചെയ്യണമെന്ന്. അങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ബിടെക് CSE ഡാറ്റാ സയൻസ് ഉള്ള കോളേജുകൾ അത്ര കോമൺ അല്ല എന്ന്. ബട്ട് ഡിസിഷൻ ശരിയാണോ എന്നൊരു മനസ്സിലുണ്ടായിരുന്നു. മെൻ്റലി ജോയിൻ ചെയ്തതിനു ശേഷം തിങ്സ് സ്ലോലി ചേഞ്ച് ആകാൻ തുടങ്ങി. എവറിത്തിങ് സ്റ്റാർട്ടഡ് ട്രാൻസ്ഫോമിങ്. സാധാരണ കോളേജിൽ ഇന്റേൺഷിപ്പ് കിട്ടുന്നത് ഫൈനൽ ഇയറിലല്ലേ, ബട്ട് ഇവിടെ ഫസ്റ്റ് ഇയറിൽ തന്നെ വെബ് ആൻഡ് ക്രാഫ്റ്റിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ചാൻസ് കിട്ടി. ആൻഡ് ഹോണസ്റ്റ്ലി ഐ ജെന്യുവൻലി എൻജോയ്ഡ് ഇറ്റ്. പിന്നെ മാൻഡോ സ്റ്റാർട്ടപ്പ് ലീഗ് വന്നപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവണമെന്ന എൻ്റെ ആഗ്രഹം കുറച്ചുകൂടി റിയലായി ഫീൽ ചെയ്യാൻ തുടങ്ങി. നൗ ഐ റിയലൈസ് ഞാൻ ജസ്റ്റ് ഒരു കോഴ്സ് പഠിക്കുകയല്ല, ഞാൻ എൻ്റെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുകയാണ്. ഇതെൻ്റെ മാത്രം സ്റ്റോറിയല്ല.